Hi all, I am Jinsha Yunus. Here I am going to deal with the topic divergence of orthogonal curvilinear coordinate system. ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഡൈവേർജൻസ് എങ്ങനെ കാണാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡൈവേർജൻസ് കാണാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് അതിനാദ്യം ഒരു ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ യു വി ഡബ്ല്യു എന്നിവയിൽ നൽകിയിരിക്കുന്ന ഒരു വെക്റ്റർ പോയിൻ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് യു വി ഡബ്ല്യു എന്നതിനെ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് എഫ് എന്ന ഫംഗ്ഷനെ അതൊരു വെക്റ്ററാണ്, ഡയറക്ഷനുള്ള ഒരു വെക്റ്ററാണത്. അതിന് എഫ് ഇസ് ഈക്വൽ ടു F1 E1 പ്ലസ് F2 E2 പ്ലസ് F3 E3 എന്ന് കൊടുക്കാം. ഇതിൽ F1 F2 F3 എന്നത് എഫ് എന്ന ഫംഗ്ഷൻ്റെ കോമ്പണൻസ് ആണ്. അത് E1 ക്യാപ് E2 ക്യാപ് E3 ക്യാപ് എന്നതിന് എലോങ് ആയിട്ടാണ് കിടക്കുന്നത്. ദെൻ നൗ വി വാണ്ട് ടു ഫൈൻഡ് ദ ഡൈവേർജൻസ്. അതിനായിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡെല്ലിന് എഫ് എന്ന ഫംഗ്ഷനിൽ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വി വിൽ ഗെറ്റ് ദ ഡൈവേർജൻസ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ തിങ്. Now if we take the dot product of del with the function f, we will get the divergence. അപ്പം del dot f is equal to del f1 e1 cap plus del f2 e2 cap plus del f3 e3 cap എന്നാവും. ആ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇതിൽ e1 e2 e3 എന്ന് പറയുന്നത് they are mutually orthogonal vectors along the tangent to the coordinate curve UVW. Now we know that delta U is equal to E1 cap by H1 and del V is equal to E2 cap by H2, del W is equal to E3 cap by H3. ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്ത് അവിടെ കൊടുക്കുക. ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണും. അപ്പം del V ക്രോസ് del W ചെയ്യുന്ന സമയത്ത് E2 ക്യാപ് ബൈ H2 ക്രോസ് E3 ക്യാപ് ബൈ H3 എന്ന് വരും. അപ്പോൾ വി ഓൾ നോ ദാറ്റ് E2 ക്യാപ് ക്രോസ് E3 ക്യാപ് എന്ന് പറയുമ്പം E1 ക്യാപ്പാണ് കിട്ടുക. പിന്നെ E1 ക്യാപ് ബൈ H2 H3 ഇൻ ക്യാപ് ഇസ് ഈക്വൽ ടു H2 H3 ഇൻറ്റു del V ക്രോസ് del W എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. സിമിലർലി നമുക്ക് അതിൽ നിന്നും E2നെയും E3നെയും അറ്റൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ E1 E2 E3 എന്ന ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് F1 H2 H3 del V ക്രോസ് del W പ്ലസ് F2 H3 H1 del W ക്രോസ് del U പ്ലസ് F3 H1 H2 del U ക്രോസ് del V എന്ന് വരും. ഇതിൽ ഡെൽ ഓപ്പറേറ്ററിനെ ഉള്ളിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 6th ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ബൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈവേർജൻസ് ആൻഡ് കേൾ യൂസ് ചെയ്യുമ്പോൾ വി ഓൾ നോ ദാറ്റ് ഡെൽ ഡോട്ട് 5 ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു ഡെൽ 5 ഡോട്ട് സൈ പ്ലസ് 5 ഡെൽ ഡോട്ട് സൈ എന്നൊരു ഫോർമാറ്റിലേക്ക് നമുക്കതിനെ മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ 6th ഇക്വേഷനിലെ ഫസ്റ്റ് ടേം, അതായത് ഡെൽ ഡോട്ട് F1 H2 H3 ഡെൽ വി ക്രോസ് ഡെൽ W എന്നുള്ളൊരു ടേമിനെ കൺസിഡർ ചെയ്യാം. ആ സമയത്ത് ആ ഇക്വേഷനെ പ്രോപ്പർട്ടി ഓഫ് ഡൈവേർജൻസ് ആൻഡ് കേളിൻ്റെ ടേംസിലേക്ക് നമ്മൾ, അതായത് മുകളിൽ കിട്ടിയിട്ടുള്ള ആ ഇക്വേഷനെ കറസ്പോണ്ടിങ് അതുപോലെ എഴുതുകയാണ്. അപ്പം F1 H2 H3 ഡെൽ ഡോട്ട് del V cross del W plus del V cross del W dot del F1 H2 H3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ del dot del V cross del W അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ ഒരു ടേം ഫുള്ളായിട്ട് 0 ആയിട്ട് പോകും. അതായത് del dot del V cross del W is equal to del W dot curl of del V minus del V dot curl of del W is equal to 0. അങ്ങനെയാണ് അത് 0 ആയി പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ടേമായിട്ടുള്ള del
F1 H2 H3 എന്നൊരു ടേം ഡോ ബൈ ഡോ യു അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഡോ ബൈ ഡോ യു F1 H2 H3 ഡെൽ യു പ്ലസ് ഡോ ബൈ ഡോ വി F1 H2 H3 ഡെൽ വി പ്ലസ് ഡോ ബൈ ഡോ ഡബ്ല്യു F1 H3 H2 ഡോ ഡബ്ല്യു എന്ന് കിട്ടും. അപ്പം സിക്സ്ത് ഇക്വേഷനിലെ ഫസ്റ്റ് ടേം അതായത് ഡെൽ ഡോട്ട് F1 H2 H3 ഡെൽ വി ക്രോസ് ഡെൽ ഡബ്ല്യു എന്നുള്ള ആ ടേം നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽ വി ക്രോസ് ഡെൽ ഡബ്ല്യു ഇൻറ്റു ഡോ ബൈ ഡോ യു F1 H2 H3 ഡെൽ യു പ്ലസ് ഡോ ബൈ ഡോ യു F1 H2 H3 ഡെൽ വി പ്ലസ് ഡോ ബൈ ഡോ ഡബ്ല്യു F1 H3 H2 ഡെൽ ഡബ്ല്യു. ഇതിൽ ഡെൽ യു ഡോ ബൈ ഡോ യു F1 H2 H3 എന്നുള്ള ടേം ഒഴികെ ബാക്കി എല്ലാ ടേമും വാനിഷായി പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ബാക്കിയുള്ള ടേം വാനിഷായി പോയി ബാക്കി ഡെൽ വി ക്രോസ് ഡെൽ ഡബ്ല്യു ഡോട്ട് ഡെൽ യു ഡോ ബൈ ഡോ യു F1 H2 H3 എന്ന് മാത്രമായിട്ട് വരും. അപ്പം നമുക്കറിയാം E1 ക്യാപ്പ് E2 ക്യാപ്പ് E3 ക്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിന് മുൻപ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡെൽ യു is equal to E1 by H1 ഡെൽ വി is equal to E2 by H2 ഡെൽ ഡബ്ല്യു is equal to E3 by H3. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് അതായത് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഡെൽ ഡോട്ട് F1 H2 H3 ഡെൽ വി ക്രോസ് ഡെൽ ഡബ്ല്യു എന്നുള്ളത് ഡെൽ വി ക്രോസ് ഡെൽ ഡബ്ല്യു ഡോട്ട് ഡെൽ യു ഡോ ബൈ ഡോ യു F1 H2 H3. ഇതിന് 7 എന്ന് പേര് കൊടുക്കുക. 7th ഇക്വേഷൻ ഒന്നുകൂടി ഡെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻപ് കണ്ടുപിടിച്ച എ എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ അത് ഇതിൽ അപ്ലൈ ചെയ്യുക. അപ്പം ഡെൽ യു ക്രോസ് ഡെൽ വി ഡോട്ട് ഡെൽ ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഡെൽ യുവിന് പകരമായിട്ട് നമുക്ക് E1 by H1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്രോസ് ഡെൽ വി എന്നത് E2 by H2 ആണ്. ഡോട്ട് E3 by H3 കറസ്പോണ്ടിങ് ടു ഡെൽ ഡബ്ല്യുവിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം E1 ക്രോസ് E2 എന്ന് പറയുന്നത് E3 ആണ്. അപ്പോൾ E3 by H1 H2 ഡോട്ട് E3 by H3. അപ്പം we know that E3 dot E3 is equal to 1, then the final product will be like 1 by H1 H2 H3, that is del u cross del v dot del w is equal to 1 by H1 H2 H3. അപ്പോൾ 7th ഇക്വേഷൻ ഇതേപോലെ നമ്മൾ ചെയ്യാം. അപ്പം ഡെൽ ഡോട്ട് F1 H2 H3 ഡെൽ വി ക്രോസ് ഡെൽ ഡബ്ല്യു ആണ്. അപ്പം അതിനെ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ E2 by H2 ക്രോസ് E3 by H3 ഡോട്ട് E1 by H1 ഡോ ബൈ ഡോ യു F1 H2 H3 എന്ന് വരും. അപ്പം E2 by H2 ക്രോസ് E3 by H3 ഡോട്ട് E1 by H1 എന്നുള്ളത് 1 by H1 H2 H3 എന്നാകും. പിന്നെ ഡോ ബൈ ഡോ യു F1 H2 H3. E2 E3 E1 എന്നുള്ളത് 1 ആണ്. കാരണം സിൻസ് E1 E2 E3 ബീങ് യൂണിറ്റ് വെക്ടേഴ്സ് E2 E3 E1 എന്നുള്ളത് 1 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി റിമൈനിങ് ആയിട്ട് വരിക 1 by H1 H2 H3 ഡോ ബൈ ഡോ യു F1 H2 H3 എന്നാണ്. അതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. അതുപോലെ സിമിലറായിട്ട് നമ്മൾ ബാക്കിയുള്ള ടേംസിനും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് F2 H3 H1 ഡെൽ ഡബ്ല്യു ക്രോസ് ഡെൽ യു എന്നുള്ളത് 1 by H1 H2 H3 ഡോ ബൈ ഡോ വി F2 H3 H1 എന്നാകും. അതിന് ഇക്വേഷൻ നമ്പർ 9 കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് ടേം അതായത് ഡെൽ ഡോട്ട് F3 H1 H2 ഡെൽ യു ക്രോസ് ഡെൽ വി എന്നുള്ളത് 1 by H1 H2 H3 ഡോ ബൈ ഡോ ഡബ്ല്യു F3 H1 H2 എന്നാകും. അതിന് ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 8, 9 and 10 നമ്മൾ ഇക്വേഷൻ നമ്പർ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽ ഡോട്ട് എഫ് is equal to 1 by H1 H2 H3 ഡോ ബൈ ഡോ യു
F1 H2 H3 plus 1 by H1 H2 H3 dou by dou V F2 H3 H1 plus 1 by H1 H2 H3 dou by dou W F3 H1 H2 എന്നിങ്ങനെയാവും. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേമിന് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 by H1 H2 H3 എന്നാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്, അതിനെ പുറത്തെടുക്കുക. അപ്പോൾ ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു 1 by H1 H2 H3 പിന്നൊരു വലിയ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ഡോ ബൈ ഡോ യു F1 H2 H3 പ്ലസ് ഡോ ബൈ ഡോ വി F2 H3 H1 പ്ലസ് ഡോ W ഫോർ F3 H1 H2 എന്നിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ബോക്സിലിട്ടിരിക്കുന്ന ഡെൽ ഡോട്ട് എഫിൻ്റെ ഈ ഇക്വേഷനാണ് നമുക്ക് വേണ്ടിയിരുന്ന ഇക്വേഷൻ. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ വിച്ച് ഗീവ്സ് ദ റിക്വയർഡ് എക്സ്പ്രഷൻ ഫോർ the divergence of the function f. I hope all understood this, and thank you for listening.